തെക്കൻ കൈലാസം. മലയടി മല മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയ്ക്കടുത്ത് വന്നിയൂർ മലമുകളിലാണ് മലയടി മല ശ്രീ മഹാദേവർ ക്ഷേത്രം. ഇതൊരു പുരാതന ശിവക്ഷേത്രമാണ്. തെക്കൻ കൈലാസം മലയടി മല മഹാദേവർ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 800 അടിക്ക് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും കൃത്യമായ കാലപ്പഴക്കം ഇതുവരെ നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ക്ഷേത്രം അതിന്റെ പ്രത്യേകതകൾ കൊണ്ട് തീർത്ഥാടകരെ ആകർഷിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകൾ മാത്രമാണുള്ളത്. ഇവിടെ മറ്റു ഉപദേവതാ പ്രതിഷ്ഠകൾ ഒന്നും തന്നെയില്ല. ഭഗവാൻ ഇവിടെ ഉൾക്കടൽ രുദ്രൻ എന്ന ഭാവത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്നു. ശിവൻ സ്വയംഭൂവായി ഇവിടെ ഇരിക്കുന്നതിനാൽ ഉപദേവതാ ക്ഷേത്രങ്ങളില്ലാത്തത് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകതയായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഭക്തർ 250-ലധികം പടികൾ കയറണം. പ്രാദേശിക ജനങ്ങൾ ഒത്തുചേർന്ന് സംഭാവന നൽകിയാണ് ഓരോ പടിക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. സംഭാവന നൽകിയവരുടെ പേരുകൾ പടികളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ശിവന്റെയും പാർവതിയുടെയും ക്ഷേത്രങ്ങൾക്ക് നടുവിലായാണ് ഈ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ ജലം വറ്റാറില്ല. ഇത് ക്ഷേത്രത്തിലെ ശിവനും പാർവതിക്കുമുള്ള അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നു. കുളത്തിന്റെ മൂലസ്ഥാനത്തായി ഒരു നാഴിക്കിണറുമുണ്ട്. ഇതിലെ ജലം എത്ര എടുത്താലും വറ്റാതെ കാണപ്പെടുന്നുണ്ട്. ഇതിലെ ജലമാണ് എല്ലാ ദൈവിക കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതും. ശിവക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് പാർവതി ദേവി ക്ഷേത്രവുമുള്ളത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ വെറ്റിലയും അടക്കയും ദക്ഷിണ വെച്ച് പ്രാർത്ഥിച്ചാൽ പിറ്റേ ദിവസം ആഗ്രഹം സഫലമാകും എന്നൊരു ഐതിഹ്യം ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നു. ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഗുഹ. പണ്ട് 8 വീട്ടിൽ പിള്ളമാരെ ഭയന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ ഒളിച്ചിരുന്നു എന്ന ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. സൂര്യാസ്തമ സമയങ്ങളിൽ ഇവിടെ നിന്നാൽ അപൂർവമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. ശാന്തമായ അന്തരീക്ഷവും മഞ്ഞുമൂടിയ മലനിരകളും കാണാം. ഈ ക്ഷേത്രത്തിന് കൈലാസത്തിനോട് സാദൃശ്യം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇത് തെക്കൻ കൈലാസം എന്നും അറിയപ്പെടുന്നത്. വൈകുന്നേരം 5 മണി സമയങ്ങളിൽ മഞ്ഞും കാറ്റും നിറഞ്ഞ കൈലാസത്തിന്റെ പ്രകൃതം ഇവിടെ എന്നും അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് നോക്കിയാൽ ഇടതുവശത്തായി കേരളവും വലതുവശത്തായി തമിഴ്നാടും കാണാൻ കഴിയും. അറബിക്കടലിനും ഈ ക്ഷേത്രം ചുറ്റപ്പെട്ട് കിടക്കുന്നത് അത്യപൂർവ കാഴ്ചയാണ്.